അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നത്. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാമഘോഷയാത്രകൾ നടക്കുകയുണ്ടായി. മഹാരാഷ്ട്രയിലെ മീര റോഡിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് ശേഷം മടങ്ങുകയായിരുന്ന രാമഭക്തർക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. ഈ വാർത്ത വീഡിയോ അടക്കം ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു. 60ഓളം വരുന്ന സംഘം ഈ ഘോഷയാത്ര കഴിഞ്ഞു പോയവരുടെ കാർ തടഞ്ഞു നിർത്തുകയും കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കുകയും പതാകകൾ നശിപ്പിക്കുകയും ഇവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ പോലീസ് കേസെടുത്തിരുന്നു. 143, 147, 149, 429 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് ചാർജ് ചെയ്ത്. തുടർന്ന് അവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയും പോലീസ് ഒരു ശക്തമായ ബന്ദോബസ്ത് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴും സംഘർഷത്തിന് അയവില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് മഹാരാഷ്ട്ര സർക്കാർ, ഷിൻഡെ സർക്കാർ ഒരു കടുത്ത നടപടിയുമായി മുൻപോട്ട് എത്തിയിരിക്കുന്നു. യുപിയിലും മറ്റും നാം കണ്ട അതേ രീതിയിൽ തന്നെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ അനധികൃതമായി കെട്ടി ഉയർത്തിയ കടകളും വീടുകളും ഇടിച്ച് നിരത്തിക്കൊണ്ട് ശക്തമായി തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് മറുപടി നൽകിക്കൊണ്ട് ഷിൻഡെ സർക്കാർ മഹാരാഷ്ട്രയിൽ ബുൾഡോസറിൻ്റെ ഒരു പുതിയ യുഗം എഴുതി ചേർത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ ഈ ടെൻറ്റുകളിലും അതുപോലെ തന്നെ വീടുകളിലും കെട്ടിടങ്ങളിലും നിന്ന് അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെ കടന്നു കയറിയവർ കാലങ്ങളായി ഇവിടെ തമ്പടിച്ച് മുൻപോട്ട് പോവുകയായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നേരത്തെ വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആക്രമണവുമായി കൂട്ടിക്കെട്ടുന്നത്. ഏതായാലും ഈ സംഭവത്തിൻ്റെ വീഡിയോ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാം. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.